പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനുവിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. LDFിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ബിജു പാലുപടവനാണ് കോട്ടയത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ട്രീസ ജോസിന് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. ജൂലൈ 21-ന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യും. പാലായുടെ പൊതുജന താൽപര്യാർത്ഥവും ധാർമ്മികമായ കടമയും എന്ന നിലയിലാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്ന് ബിജു പാലുപടവൻ പറഞ്ഞു. പാലാ നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കേരള കോൺഗ്രസ് എം ഉൾപ്പെടുന്ന LDF അവിശ്വാസം കൊണ്ടുവരാൻ ഇതുവരെ തയ്യാറാകാതിരുന്നതിന് കാരണം ചെയർപേഴ്സൺ രാഷ്ട്രീയ പരിചയക്കുറവുള്ള ചെറുപ്പക്കാരിയായതിനാലും വളഞ്ഞ വഴിയിലൂടെ ചെയർപേഴ്സൺ സ്ഥാനം പിടിക്കാൻ പ്രതിപക്ഷത്തിന് താല്പര്യമില്ലാതിരുന്നതിനാലുമാണ്. എന്നാൽ ഭരണപക്ഷത്തെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് പാർട്ടിയിലെ പാലായിലെ മുഴുവൻ നേതാക്കന്മാരും 6 കൗൺസിലർമാരും ഒറ്റക്കെട്ടായി ചെയർപേഴ്സണിൽ പരസ്യമായി അവിശ്വാസം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ പാലായിൽ ഒരു തരത്തിലും ഭരണം മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ധാർമ്മികമായ കടമ എന്ന നിലയിൽ ഇപ്പോൾ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 12 സീറ്റുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് കോൺഗ്രസിന് 6 ഉള്ളൂ. പക്ഷേ സ്വതന്ത്ര മുന്നണി എന്ന് പറഞ്ഞില്ല, കുടുംബ കൂട്ടായ്മ അവരെല്ലാം കൂടി കൂട്ടി അന്ന് നിയമസഭാ ഇലക്ഷന് അന്ന് MLAക്കൊക്കെ ജയിക്കേണ്ടത് ആവശ്യമായിരുന്നുകൊണ്ട് തട്ടിക്കൂട്ടിയൊരു സംവിധാനം ഉണ്ടാക്കി. ഇവരെ ഈ കുടുംബ കൂട്ടായ്മയെ വെച്ച് ഞങ്ങൾക്ക് വേണേൽ അന്ന് ഭരണം പിടിക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് തീരുമാനിച്ചത് ഒരു കാരണവശാലും ഇവരുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമെന്നും പിന്നെ ഒരു ചെറുപ്പക്കാരത്തിയായ ഒരു പെൺകുച്ച് അവിടെ കയറിയതുകൊണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ 6 മാസക്കാലവും ഒരു തടസ്സപ്പെടുത്തലും ആ കൊച്ചിനെതിരെ നടത്തിയിട്ടില്ല. കാരണം ഒരു ചെറുപ്പക്കാരി ഒരു പെൺകൊച്ച് അതിനെതിരെ പ്രതിപക്ഷം എതിർക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവരുടെ പിന്താങ്ങിയ കോൺഗ്രസിലെ 6 പേരും ഒറ്റക്കെട്ടായിട്ട്, 6 പേര് മാത്രമല്ല പാലായിലെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിരിക്കുന്നു അവരിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു പരസ്യമായിട്ട്. പക്ഷേ അവർക്ക് അറിയാം സ്വാഭാവികമായിട്ട് 6 പേരെ കൊണ്ട് അവിശ്വാസം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ അവിശ്വാസത്തിന് ഞങ്ങൾ മുൻപിൽ നിന്ന് ഈ കൊച്ചിനെ ഏതെങ്കിലും തരത്തിൽ വളഞ്ഞ വഴിയിലൂടെ ഭരണം പിടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പാലായിലെ പൊതുസമൂഹം ചോദിക്കാൻ തുടങ്ങി. പാലായിൽ ഒരു ഭരണസമരം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് എന്നോട് ധാർമ്മിക ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിച്ചതുകൊണ്ട് അവർ 6 പേര് അവർ അവിശ്വാസം പരസ്യമായി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രമേയത്തിന് മുതിർന്നിരിക്കുന്നത്. അല്ലല്ല, അതില്ല. അത് ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു കാരണവശാലും സ്വതന്ത്ര മുന്നണിയുടെ പരവശമായ പിന്തുണ മേടിച്ചു പോലും ഞങ്ങൾ പറഞ്ഞിട്ട് വരികയല്ല. അല്ല, കോൺഗ്രസ് ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ഞങ്ങൾ പറഞ്ഞിട്ട് വരത്തില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞ ഒരു അനീതിക്കുള്ള പോരാട്ടം, ഇവിടെ ഒരു കാവ്യനീതിയുണ്ട്, ആ കാവ്യനീതി നടക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ സ്വാഭാവികമായിട്ട് ഈ അവിശ്വാസത്തിനോട്ട് വന്ന കാരണം പാലായിൽ 6 മാസമായിട്ട് ഭരണസമരമാണ്. നിങ്ങൾക്കറിയാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചിട്ട് 6 മാസം കഴിഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ വിളിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി. അതോടൊപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളെ സംബന്ധിച്ച് ഒരു പ്രവൃത്തി ഇവിടെ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സീനിയർ കൗൺസിലർമാർ, മുൻ ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള സീനിയർ കൗൺസിലർമാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ കൊച്ചിന് മറുപടി പോലും പറയുന്നില്ല. അങ്ങനെ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട ഫയലുകൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുള്ളപ്പോഴും ആണ് ഞങ്ങളിത് ക്ഷമിച്ചും സഹിച്ചുമൊക്കെ മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് ഇനി പാലായിക്ക് അങ്ങനെ ഒരു പാലായി അനാഥത്തിലേക്ക് വിടാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തും അതിന് മുൻകൈ എടുത്തു. അവിശ്വാസമുള്ള കാരണങ്ങളും ബിജു പാലുപടവൻ വിശദീകരിച്ചു. 11 കാരണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി പാലാ നഗരസഭയിൽ ദൈനംദിന കാര്യങ്ങളിൽ പോലും ഭരണസ്തംഭനം ഉണ്ടാകുന്നു. ആശുപത്രികളുടെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ ശക്തമായ സമ്മർദ്ദം നേരിട്ടപ്പോൾ 6 മാസത്തിന് ശേഷമാണ് വിളിച്ചു കൂട്ടിയത്. സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ പാലാ മുനിസിപ്പാലിറ്റിയിൽ കാര്യക്ഷമമായി നടത്തിയിട്ടില്ല. പാലാ നഗരസഭയിലെ പ്രധാനപ്പെട്ട ഫയലുകൾ മോഷണം പോയെന്ന് ചെയർപേഴ്സൺ തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. നഗരസഭയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലായി. പൊതുജനങ്ങൾക്ക് നൽകേണ്ട പല ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് നൽകാൻ സാധിക്കുന്നില്ല. വിശദമായ പ്രോജക്റ്റ് തയ്യാറാക്കാതെ 7 കോടി രൂപയോളം ചെലവ് വരുന്ന തൂക്കുപാലത്തിന് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ഒഴിവാക്കി 70 ലക്ഷം രൂപ നീക്കിവച്ചിരിക്കുന്നു. ചില കൗൺസിലർമാരുടെ വാർഡുകളിൽ ഫണ്ട് കൂടുതൽ നൽകുന്നു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ചില വാർഡുകൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. കൗൺസിലിൽ മീറ്റിംഗുകളിൽ സീനിയറായ മുൻ ചെയർപേഴ്സൺമാർക്ക് പോലും സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നു. ചെയർപേഴ്സണും കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരുമ നഷ്ടപ്പെട്ടു. ഈ കാരണങ്ങൾ കൊണ്ട് നഗരസഭയുടെ പ്രവർത്തനത്തിലുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് അവിശ്വാസ പ്രമേയം സമർപ്പിച്ചിരിക്കുന്നത്. പ്രമേയത്തെക്കുറിച്ച് കോൺഗ്രസ് കൗൺസിലർമാരും പാർട്ടി നേതൃത്വവും സ്വീകരിക്കുന്ന നിലപാടുകൾ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിർണായകമാവും.